അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാറുകൾ കൊണ്ട് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഷറഫാക്കപ്പെട്ട വായയിൽ നിന്ന് വന്ന വാക്കുകൾ അവിടുത്തെ തിരു ഹദീസുകൾ കൊണ്ടുവരെ ബറക്കത്തെടുക്കുകയും അതിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തവരായിരുന്നു മഹാന്മാർ. മഹാനായ ഇമാം ലോബിത്ത് അഹ്മദ് ബിൻ മൻസൂർ റമാദി റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനായിരുന്നു, മുഹദ്ദിസായിരുന്നു. ഹിജറ 265 വഫാത്തായ മഹാനാണ്. ആ മഹാനവറുകളെക്കുറിച്ച് തബറുക്ക് വിരോധികൾക്ക് പോലും സ്വീകാര്യനായ ഹാഫിളു ദഹബി അവരുടെ സീറു അലാമി വന്നുബലയിൽ പറയുന്നതായി കാണാം, കാന റമാദിയു ഇദാ മരിള യുസ്തഷ്ഫ ബി അൻ യസ്മഉ അലൈഹിൽ ഹദീസ. മഹാനായ റമാദി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ രോഗിയായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് കേട്ടുകൊണ്ട് മഹാനവറുകൾ രോഗത്തിന് ശമനം തേടുമായിരുന്നു എന്ന് രേഖപ്പെടുത്തി വച്ചതായി കാണാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഹദീസുകൾ കേട്ടുകൊണ്ട് അതിൽ നിന്ന് അവരുടെ രോഗത്തിന് ശമനം പ്രതീക്ഷിക്കുകയും അതിനെ ഏറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ഏറെ മൂല്യവത്തോടെ കാണുകയും ചെയ്തവരായിരുന്നു മഹാനായ ഇമാം റമാദി അടക്കമുള്ള പണ്ഡിതന്മാർ എന്ന് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മറ്റൊരു സംഭവം ഹാഫിളു ദഹബി തന്നെ അവരുടെ സീറു അലാമി വന്നുബലയിൽ രേഖപ്പെടുത്തി വച്ചതായി കാണാം. മഹാനായ ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു വലിയ മുഹദ്ദിസാണ്, ഫഖീഹാണ്, ഹാഫിളാണ്. ഇസ്ലാമിക ഹദീസ് പണ്ഡിത ലോകത്തെ ഏറെ പ്രശസ്തമായ സുനനു അബീദാവൂദിൻ്റെ രചയിതാവായ മഹാനായ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ അരികിലേക്ക് സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു, ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു സൂഫിയായിരുന്ന മഹാനവറുകൾ, അങ്ങനെ എല്ലാവരുടെ അടുത്തേക്കൊന്നും പുറത്തിറങ്ങാത്ത മഹാനായ സഹ്ൽ റളിയല്ലാഹു അൻഹു അബൂദാവൂദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് വരുന്നു. ഫറഹബ ബിഹി വ അജ്ലസഹു, മഹാനവറുകളെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചിരുത്തുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് സഹ്ൽ റളിയല്ലാഹു അൻഹു അബൂദാവൂദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, യാ അബാ ദാവൂദ് ലി ഇലൈക ഹാജത്തുൻ, എനിക്ക് അങ്ങയിൽ നിന്ന് ഒരാവശ്യമുണ്ട്. മഹാനായ അബൂദാവൂദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ്? മഹാനവറുകൾ പറഞ്ഞു, അങ്ങത് ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രം പറയരുത് എന്ന് പറഞ്ഞപ്പോൾ, അതെ നിങ്ങൾ പറഞ്ഞോളൂ എന്ന് അബൂദാവൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിന് ശേഷം മഹാനായ സഹ്ൽ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുന്നത്, അഖ്രിജ് ഇലയ്യ ലിസാനക്കല്ലദീ തുഹദ്ദിസു ബിഹി അഹാദീസ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ഉഖബ്ബിലഹു, അങ്ങ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ നാവ് എനിക്ക് പുറത്തേക്ക് വെച്ചു തരണം, എനിക്കതിൽ ചുംബിക്കാൻ വേണ്ടിയാണ്. മഹാനായ സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹുവിൻ്റെ വലിയ ആവശ്യം അബൂദാവൂദ് റളിയല്ലാഹു അൻഹുവിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നാവിനെ ചുംബിക്കുക എന്നതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പറഞ്ഞ നാവിനെ ഏറ്റവും വലിയ ബഹുമാനത്തോടെയും ആദരവോടെയും മഹാന്മാർ കണ്ടിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് ബോധ്യപ്പെടുകയാണ്. ഇനി മറ്റൊരു സംഭവം, ഫഖീഹുൽ ഹറം എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ഖുറാസാനിലെ പണ്ഡിതനായിരുന്ന ഇമാം ഫറാവി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം. മഹാനവറുകളെക്കുറിച്ച് അബ്ദുർ റസാഖ് ബിൻ അബിൻ നസ്രി തബസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഖറഅതു സ്വഹീഹ മുസ്ലിം അലൽ ഫറാവിയ 17 നൗബ. മഹാനായ ഇമാം ഫറാവി റളിയല്ലാഹു അൻഹുവിന് ഞാൻ സ്വഹീഹ് മുസ്ലിം 17 തവണ ഓതിക്കൊടുത്തു. ശേഷം ഫറാവി റളിയല്ലാഹു അൻഹു എന്നോട് പറയുകയാണ്, ഊസിക അൻ തഹ്ലുറ ഗുസ്ലി, അങ്ങ് എൻ്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് എൻ്റെ അടുത്തുണ്ടാവണം, ഞാനത് വസിയത്ത് ചെയ്യുകയാണ്. വ അൻ തുസല്ലി അലയ്യ ഫിദ്ദാർ, എന്നെ എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ നിസ്കരിപ്പിക്കണം. പോരാ, മഹാനവറുകൾ വീണ്ടും പറയുന്നു, വ അൻ തുദ്ഖില ലിസാനക ഫീ ഫമി, അങ്ങയുടെ ധാരാളം ഹദീസുകൾ പറഞ്ഞ ആ നാവുണ്ടല്ലോ
അത് അങ്ങ് എൻ്റെ വായയിലേക്ക് പ്രവേശിപ്പിക്കണം. ഫഇന്നക ഖറഅത ബിഹി കസീറ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ധാരാളം ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത് പറഞ്ഞ നാവാണത്. ആ നാവ് കൊണ്ട് എൻ്റെ പരലോക മോക്ഷത്തിന് അത് ഉപകരിച്ചേക്കും എന്ന് മഹാനായ ഫാറാവി റളിയല്ലാഹു അൻഹു കരുതുകയും അതിന് മഹാനവറുകളോട് ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ഉച്ചരിച്ച നാവിനെ വരെ ഏറെ ബറക്കത്തും ആദരവും കൽപ്പിച്ചവരായിരുന്നു മഹാന്മാർ എന്ന് ഈ സംഭവങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.